ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ ഇവിടെ വായിച്ചത് എബ്രായർ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യമാണ്. അരുളി ചെയ്യുന്നവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുവിൻ. ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റി ഒഴിയാതിരുന്നു എങ്കിൽ സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്യുന്നവനെ നാം വിട്ടുമാറിയാൽ എത്ര അധികം. എബ്രായർ ലേഖനകർത്താവ് നമ്മോട് ഒരു മുന്നറിയിപ്പായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അരുളി ചെയ്യുന്നവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുവിൻ. എബ്രായർ ലേഖനം എഴുതിയതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെല്ലാം ക്രിസ്തുവിൽ നിവർത്തിയായിരിക്കാൽ പഴയ നിയമ കർമാചാരങ്ങൾ ഇനിയും ആവശ്യം ഇല്ല എന്ന് യഹൂദ ക്രിസ്ത്യാനികളെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് ലേഖനം എഴുതിയത്. ഇവിടെ ലേഖനകർത്താവ് പറയുകയാണ്, അരുളി ചെയ്യുന്നവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുവിൻ. പുതിയ നിയമത്തിൽ യേശു കർത്താവ് തൻ്റെ നിയമം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. പഴയ നിയമത്തിൽ ന്യായപ്രമാണം മോശയിലൂടെ ദൈവം കൊടുത്തപ്പോൾ സീനായി പർവ്വതത്തിൽ ആ പുറപ്പാട് പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. യഹോവയായ ദൈവം സീനായി പർവ്വതത്തിൽ ഇറങ്ങിയപ്പോൾ പർവ്വതം തീ കത്തുന്നതായിട്ട്, അല്ലെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കൽ അല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, പഴയ നിയമത്തിൽ ന്യായപ്രമാണം മോശയിലൂടെ ദൈവം കൊടുത്തപ്പോൾ ആ ജനം പർവ്വതത്തിൽ കയറുവാനോ പർവ്വതം തൊടുവാനോ അവർക്ക് അവകാശമില്ലായിരുന്നു. അവർ പർവ്വതം തൊട്ടാൽ മരണശിക്ഷ അനുഭവിക്കണമെന്ന് അവിടെ മോശയിലൂടെ ദൈവം അരുളി ചെയ്തു. ആ ജനം സീനായി പർവ്വതത്തിൽ യഹോവയായ ദൈവം ഇറങ്ങിയത് കണ്ടപ്പോൾ അവർ ഭയപ്പെട്ടു പോയി, അവർ വിറച്ചുപോയി. നാം പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 19 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇങ്ങനെയാണ്: ജനമൊക്കെയും ഇടിമുഴക്കവും മിന്നലും കാഹളധ്വനിയും പർവ്വതം പുകയുന്നതും കണ്ടു. ജനം അത് കണ്ടപ്പോൾ വിറച്ചുകൊണ്ട് ദൂരത്ത് നിന്നു അവർ മോശയോട്, നീ ഞങ്ങളോട് സംസാരിക്കുക, ഞങ്ങൾ കേട്ടുകൊള്ളാം. ഞങ്ങൾ മരിക്കാതെ ഇരിക്കേണ്ടതിന് ദൈവം ഞങ്ങളോട് സംസാരിക്കരുതേ എന്ന് പറഞ്ഞു. മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിനും നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ അവങ്കലുള്ള ഭയം നിങ്ങൾക്കുണ്ടാകേണ്ടതിനും അത്രേ ദൈവം വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, മോശയിലൂടെ ന്യായപ്രമാണം കൊടുക്കുവാൻ വേണ്ടി യഹോവയായ ദൈവം സീനായി പർവ്വതത്തിൽ ഇറങ്ങിയപ്പോൾ പർവ്വതം പുക കൊണ്ട് നിറഞ്ഞു. അവിടെ കാഹളധ്വനി ഉണ്ടായി, ഇടിമുഴക്കവും മിന്നലുമുണ്ടായി. അത് കണ്ട ജനം ഭയപ്പെട്ട് അവർ ദൈവത്തിൽ വിറച്ചുകൊണ്ട് അവർ ദൂരത്ത് നിന്നിട്ട് അവർ മോശയോട് പറയാണ്, യഹോവയായ ദൈവം ഞങ്ങളോട് സംസാരിക്കരുതേ, നീ ഞങ്ങളോട് സംസാരിച്ചാൽ മതിയെന്ന് പറയുകയാണ്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, എബ്രായർ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ അപ്പോസ്തലൻ എഴുത്തുകാരൻ പറയുകയാണ്, നമുക്കൊരു മുന്നറിയിപ്പ് തരികയാണ്. പണ്ട് ഈ ഇസ്രായേൽ മക്കൾക്ക് അങ്ങനെ സംഭവിച്ചെങ്കിൽ നാം കടന്നു വന്നിരിക്കുന്നത് ആരുടെ മുൻപിലാണെന്ന് നമുക്കൊരു മുന്നറിയിപ്പ് തരികയാണ്. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. എബ്രായർ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 22 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും
സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നാം ഭയത്തോടെ ഈ വാക്യങ്ങൾ വായിക്കണം. നാം നിൽക്കുന്നത് ആരുടെ മുൻപിലാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. പഴയ നിയമകാലത്ത് മോശയിലൂടെ ദൈവം ന്യായപ്രമാണം കൊടുത്തപ്പോൾ സീനായി പർവ്വതത്തിൽ യഹോവയായ ദൈവം പ്രത്യക്ഷനായപ്പോൾ അവിടെ പർവ്വതം പുക കൊണ്ട് നിറഞ്ഞു, കാഹളധ്വനി ഉണ്ടായി, ഇടിയും മിന്നലും ഉണ്ടായപ്പോൾ ആ ജനം ഭയപ്പെട്ട് വിറച്ചുകൊണ്ട് മാറി നിന്നു. എങ്കിൽ നാം നിൽക്കുന്നത് എവിടെയാണെന്നുള്ള പൂർണ്ണ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. നാം കർത്താവിൻ്റെ സന്നിധിയിലാണ് നിൽക്കുന്നത്. ഇവിടെ പറയുകയാണ്, ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അരുളി ചെയ്യുന്നവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുവിൻ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഇത് നമുക്കൊരു വാണിങ്ങാണ്, നമുക്കൊരു മുന്നറിയിപ്പാണ്. നാം എത്രമാത്രം ഭയത്തോടെ ദൈവസന്നിധിയിലായിരിക്കണമെന്ന്, ദൈവത്തിൻ്റെ അടുത്തു വരണമെന്ന് നമ്മോടിവിടെ പറയാണ്. എന്നിട്ട് നമ്മോട് ആ വാക്യത്തിൽ പറയുന്നു, ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റി ഒഴിയാതിരുന്നു എങ്കിൽ സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്യുന്നവനെ നാം വിട്ടുമാറിയാൽ എത്രയധികം. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നാം എത്രമാത്രം ഭയത്തോടെ ദൈവസന്നിധിയിലായിരിക്കണം. സീനായി പർവ്വതത്തിൽ വെച്ച് മോശയ്ക്ക് കൊടുത്ത ന്യായപ്രമാണം, ആ ന്യായപ്രമാണം അനുസരിക്കാതെ ഇരുന്നവർക്ക് ദൈവിക ശിക്ഷാവിധി വന്നെങ്കിൽ, അവർ മരുഭൂമിയിൽ പട്ടുപോയെങ്കിൽ, അവർ നിത്യതയിൽ അല്ലെങ്കിൽ നിത്യ കനാനിൽ അവർ എത്താതെ സകലരും ദൈവത്തോട് പിറുപിറുത്തവർ, ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിക്കാതെ ഇരുന്ന ആ ജനം മുഴുവൻ മരുഭൂമിയിൽ പട്ടുപോയി. അവർ മരുഭൂമിയിൽ ഒടുങ്ങി, അവർ മരിച്ചുപോയി. എങ്കിൽ ഇവിടെ അപ്പോസ്തലൻ പറയാണ്, ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റി ഒഴിയാതിരുന്നു എങ്കിൽ സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്യുന്നവനെ നാം വിട്ടുമാറിയാൽ എത്രയധികം. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, എബ്രായ ലേഖനം 1-ാം അധ്യായം അതിൽ 1-ാം വാക്യത്തിൽ തന്നെ നമ്മോട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. പുത്രൻ മുഖാന്തരം ഒരു പുതിയ ഉടമ്പടി, ഒരു പുതിയ നിയമം നമുക്ക് തന്നിരിക്കുകയാണ്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ആ പുത്രൻ ആരാണെന്ന് നാം ഒന്ന് മനസ്സിലാക്കണം. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, അവനവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുന്നു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ആ പിതാവായ ദൈവം തൻ്റെ പുത്രനെ തൻ്റെ വലത്തുഭാഗത്തിരുത്തിയിരിക്കുകയാണ്. ആ കർത്താവ് സകലരും ശ്രേഷ്ഠനായ ദൈവമാണ്. ആ കർത്താവ് മോശയേക്കാൾ ശ്രേഷ്ഠനാണ്, അഹരോനേക്കാൾ ശ്രേഷ്ഠനാണ്, ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. ആ കർത്താവിൻ്റെ അടുത്താണ് നാം വന്നിരിക്കുന്നത്. ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിൻ്റെ അടുക്കലാണ് നാം വന്നിരിക്കുന്നത്. അവൻ്റെ മുൻപിൽ നാം നിൽക്കുമ്പോൾ നാം ഹല്ലേലൂയ എത്രമാത്രം ഭയത്തോടെ വചനം വായിക്കണം.
മോശയിലൂടെ കൊടുത്ത ന്യായപ്രമാണത്തെ നിരസിച്ചവർ, അല്ലെങ്കിൽ അത് അനുസരിക്കാതിരുന്നപ്പോൾ ഈ ലോകത്തിൽ നഷ്ടപ്പെട്ടു പോയെങ്കിൽ, അവർ നിത്യതയിൽ പ്രവേശിക്കാതിരുന്നെങ്കിൽ, നിത്യ കനാനിൽ അവർക്ക് കടക്കുവാൻ കഴിയാതെ പോയെങ്കിൽ, നമ്മോട് ഈ വചനം പറയുമ്പോൾ നാം എത്രമാത്രം ഭയത്തോടത് ഏറ്റെടുക്കുവാൻ തയ്യാറായിത്തീരണം. എബ്രായ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതെ ഇരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമായിരിക്കുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളിച്ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഈ വചനം അനുസരിച്ചില്ലെങ്കിൽ നമുക്ക് വരുവാൻ പോകുന്ന ശിക്ഷാവിധി ഭയങ്കരമാണ്. നാം അത് മുന്നറിയിപ്പായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുമ്പോൾ അത് നാം ഏറ്റെടുക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നാം ഇത് മറന്നു പോകരുത്. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 26 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് ഇങ്ങനെയാണ്: സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ, പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിപ്പാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിചാരിപ്പിൻ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദൈവത്തിൻ്റെ വചനം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് നാം അനുസരിക്കുവാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ നാം നിത്യശിക്ഷാവിധിയിൽ അകപ്പെട്ടു പോവാൻ ഇടയായിത്തീരും. ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, ആമേൻ, അരുളി ചെയ്യുന്നവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുവിൻ. അരുളി ചെയ്ത കർത്താവിനെ നാം വിട്ടുമാറിപ്പോയാൽ, നിരസിച്ചാൽ, അവൻ പറഞ്ഞത് അനുസരിക്കാതെ നാം പിന്മാറിപ്പോയാൽ, നിത്യശിക്ഷാവിധിക്ക് നാം പാത്രരായിത്തീരുവാൻ, കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രരായിത്തീരുവാൻ ഇടയായിത്തീരും. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, പണ്ട് മോശയുടെ കാലത്ത് അവരോട് പറഞ്ഞത് അനുസരിക്കാതിരുന്നവർ മരുഭൂമിയിൽ പട്ടുപോയെങ്കിൽ, നമ്മോട് പറഞ്ഞിരിക്കുന്ന കാര്യം വചനത്തിൽ എന്തു പറഞ്ഞിരിക്കുന്നു അതനുസരിക്കാതെ ദൈവത്തെ വിട്ടു പിന്മാറിപ്പോയാൽ നാം ദൈവത്തിൻ്റെ ശിക്ഷാവിധിക്ക് അല്ലെങ്കിൽ ന്യായവിധിക്ക് പാത്രരായിത്തീരും. നരകത്തിൽ നാം പോയി കിടക്കേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ അപ്പോസ്തലൻ നമ്മോടൊന്ന് മുന്നറിയിപ്പ് തരികയാണ്. നാം ഇതനുസരിക്കണം. നാം ആ കർത്താവിൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെല്ലണം. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ആ കൃപയുടെ ആത്മാവിനെ നിന്ദിക്കാതെ ദൈവത്തെ അനുസരിച്ചുകൊണ്ട് കർത്താവ് പറയുന്നത് നാം അനുസരിക്കുവാൻ തയ്യാറായിത്തീർന്നാൽ നിത്യത നമുക്ക് ഉറപ്പാക്കുവാൻ ഇടയായിത്തീരും. അല്ലെങ്കിൽ നാം നിത്യശിക്ഷാവിധിക്ക് പാത്രരായിത്തീരും. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നാം ഇത് മറന്നു പോകരുത്. നാം ദൈവത്തെ ഭയപ്പെടുന്നവരായിത്തീരണം. ദൈവത്തിൻ്റെ വാക്കുകൾ നാം അനുസരിക്കുന്നവരായിത്തീരണം. അതുകൊണ്ടാണ് അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അരുളി ചെയ്യുന്നവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുവിൻ. ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റിയൊഴിയാതിരുന്നു എങ്കിൽ, സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്യുന്നവനെ നാം വിട്ടുമാറിയാൽ എത്രയധികം അത് ഭയങ്കരമായിരിക്കും.
നമുക്ക് സഹിക്കാൻ പറ്റുന്നതിലധികമായിരിക്കും. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നിത്യ നരകത്തിൽ പോകാതെ ഇരിക്കണമെങ്കിൽ യേശുവിനെ സ്നേഹിച്ച് യേശുവിൻ്റെ കൽപ്പന പ്രമാണിച്ചുകൊണ്ട് ഈ മരുഭൂമിയിൽ ഒരനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ വേണ്ടി നമ്മെ തന്നെ ദൈവസന്നിധി നമുക്ക് സമർപ്പിക്കാം. അതിനായിട്ട് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയനായ നല്ല പിതാവേ, അടിയങ്ങളെ കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. ഈ വചനം അനുസരിക്കുവാൻ ഒരു ദൈവകൃപ ഞങ്ങളുടെ മേൽ അധികമായിട്ട് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന മക്കളെ അനുഗ്രഹിക്കണം. പ്രാർത്ഥനയും യാചനയും കേട്ടതിനാൽ സ്തോത്രം. സകലവും യേശുപ്പച്ചൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.